ഇന്ന് നമ്മുടെ കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നിട്ടുള്ളൊരു ദിവസമാണ്. തെരഞ്ഞെടുപ്പ് വിധി എന്താണെന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അഭൂതപൂർവമായിട്ടുള്ള വളരെ മിന്നും വിജയമാണ് UDF ഉണ്ടായിട്ടുള്ളത്. 102 സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF ജയിച്ചിട്ടുള്ളത്. കേവലം 35 സീറ്റുകളിലേക്ക്, അതായത് ഇപ്പോൾ നിലവിൽ UDF ഉള്ള അവസ്ഥയേക്കാൾ അതിദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് LDF എത്തിച്ചേർന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടാതെ ഒരു 3 സീറ്റുകൾ കൂടി NDAക്ക് കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ തകർച്ചയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ പരിശോധിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ഡാറ്റാസൊന്നും കൃത്യമായി പുറത്തേക്ക് വന്നിട്ടില്ല, കണക്കുകളൊക്കെ വന്നിട്ടില്ല. കണക്കുകൾ വരുന്നതിന് മുമ്പ് തന്നെ നടത്തുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണിത്. അപ്പോൾ സാധാരണ കഴിഞ്ഞ 2016-ലും 2021-ലും ഒക്കെ തന്നെ നമുക്കറിയാം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് പലപ്പോഴും കൂടുതൽ വോട്ടുകൾ കിട്ടും. പക്ഷെ അത്തരം വോട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് കിട്ടിയത് 38 ലക്ഷം വോട്ടുകളാണ്. ഈ ലോക്കൽ ബോഡിയിലേക്ക് BJP കിട്ടിയത് 31 ലക്ഷത്തിലധികം വോട്ടുകളാണ്. അപ്പോൾ ഇത്തരം വോട്ടുകളൊക്കെ തന്നെ പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ CPMൻ്റെ ഭാഗത്ത് നിന്ന് പോയിട്ടുള്ള ഈഴവ വോട്ട് ബാങ്കുകളൊക്കെ തന്നെ തിരിച്ചു വരാറാണ് സാധ്യത എന്നുള്ളത് നമുക്കറിയാം. ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, BJP വലിയ തോതിൽ വോട്ട് പിടിക്കുകയും ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിക്കുകയും, അതായത് തിരികെ പോരുന്നൊരു കാര്യത്തിൽ വലിയ കുറവുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2016-ൽ BJPക്ക് കിട്ടിയത് 30 ലക്ഷം വോട്ടുകളാണ്. 2021-ൽ അത് 26 ലക്ഷം വോട്ടുകളായിരുന്നു. 4 ലക്ഷം വോട്ടുകൾ കുറഞ്ഞു. പക്ഷേ അതിനുശേഷം നമുക്കറിയാം 2019-ലും 2024-ലും ഒക്കെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. അതിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് 38,37,000 വോട്ടുകൾ മേടിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയ വിഭാഗം വോട്ടുകൾ, അതായത് ഇവരിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ആറ്റിങ്ങലിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ മാറിപ്പോയിട്ടുള്ള ഹിന്ദു ഈഴവ വോട്ടുകളൊക്കെ തന്നെ തിരികെ വരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ BJP അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു CPM എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത്തവണ BJP ആ വോട്ടുകളൊക്കെ തന്നെ കുറേയെങ്കിലും നിലനിർത്തി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോഴിക്കോടുള്ള ചില മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ നിരവധി മണ്ഡലങ്ങളിൽ, പാലക്കാട് അതുപോലെ തൃശ്ശൂർ പല മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ അവർ വലിയ രീതിയിൽ വോട്ടുകൾ പിടിക്കുകയും ആദ്യത്തെ റൗണ്ടുകളിലൊക്കെ തന്നെ അവർ 5-6 മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒന്നാമതും രണ്ടാമതും ഒക്കെ ആയിട്ട് വരികയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ കുറേ കൂടി ഒരു വോട്ട് പിടിച്ചു നിർത്താനായിട്ട് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ BJPക്കും NDAക്കും അങ്ങനെ വോട്ടുകൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു സമുദായങ്ങൾക്കിടക്കുള്ള ഒരു വലിയ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ്, സൈസബിൾ പെർസെൻറ്റേജ് എങ്കിലും ഈ വോട്ടുകൾ BJPയിലേക്ക് പോയി. ഇതാണ് ഒരു സൈഡിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. അതേസമയം മറ്റൊരു സൈഡിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ടത്, ആ മറ്റൊരു സൈഡിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാവുകയും ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ്റെ ഭാഗമായി വലിയ രീതിയിൽ മലബാർ അടക്കമുള്ള നിരവധി മേഖലകളിൽ, ഇപ്പോൾ മലപ്പുറത്തൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ വോട്ട് പെർസെൻറ്റേജുകളൊക്കെ, വലിയ വോട്ടുകളൊക്കെ തന്നെ UDFന് അനുകൂലമായി തീരുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ളൊരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൺസോളിഡേഷൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് പറയാം. അല്ലാതെ ഒരു സമുദായത്തിലെ മുഴുവൻ ആളുകളും അങ്ങനെ സമുദായം നോക്കിയൊന്നും വോട്ട് ചെയ്യുന്നവരല്ല. പക്ഷെ കുറേ ഒരു ശതമാനം, അതിനകത്ത് ഒരു 10-15-20% അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അവരെന്ത് ചെയ്തു, വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ വോട്ടുകൾ കൂടി UDFന് ഗുണകരമായി തീർന്നു. ഇനി ഇതിനേക്കാളൊക്കെ പ്രമുഖമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിക്കുന്നത് കൂടാതെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സുനിൽ കനകോല് മുതൽ ഈ പറയുന്ന സർവേകൾ നടത്തിയിട്ടുള്ള ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഭരണവിരുദ്ധ വികാരം. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ എന്ന് പറയുന്നത് CPMൻ്റെ തന്നെ അനുഭാവികളും മെമ്പേഴ്സുമായിരുന്നു, അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരു വലിയ നരേറ്റീവ് ഉണ്ട്. ആ നരേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ഒക്കെ തുടർന്നു പോയാൽ, CPMന് വീണ്ടും ഭരണം കിട്ടിയാൽ ഒരുപക്ഷെ CPM തന്നെ നശിച്ചേക്കാം. അത്തരത്തിൽ CPMനെ കൂടി തിരുത്തേണ്ടതുണ്ട്, അത് വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനായിട്ട് കൃത്യമായിട്ട് UDFന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ വളരെ ഭംഗിയായി ഒരു തന്ത്രം പയറ്റിയത് VD സതീശൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങളാണ് നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിച്ചത് മുതൽ, TK ഗോവിന്ദനെ മത്സരിപ്പിച്ചത് മുതൽ, കുഞ്ഞികൃഷ്ണനെ മത്സരിപ്പിച്ചത് മുതൽ, ഈ പറയുന്ന കറകളഞ്ഞ അഴിമതിരഹിതരായിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർ ഞങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ഇമേജ് കൊടുത്തു. G സുധാകരൻ അടക്കമുള്ള ആളുകൾ, ഐഷ പോറ്റി അടക്കമുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ അവരെ കൂടെ
കൊണ്ടുവരാനും ആ കൂടെ കൊണ്ടുവന്നത് കേരളത്തിൽ വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ വാർത്തയാക്കാനും അതൊരു നെറേറ്റീവ് ആക്കാനും ഒരു ഇടതുപക്ഷ ബദൽ വരുന്നു എന്ന് പറയുന്ന ഒരു ധാരണ സൃഷ്ടിക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാർട്ടിക്ക് വളരെ കാലമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ, ആ വോട്ടുകളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്, അല്ലെങ്കിൽ ടി കെ ഗോവിന്ദൻ ജയിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ജി സുധാകരൻ ജയിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ വി കെ സനോജൊക്കെ ജയിച്ചെങ്കിൽ പോലും നിങ്ങളത് അറിയണം, കഴിഞ്ഞ തവണ കെ ശൈലജ ടീച്ചർ മത്സരിച്ച് 60,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷം നേടിയ മണ്ഡലത്തിൽ അതിനേക്കാൾ വളരെ 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 കുറഞ്ഞ വോട്ടിലാണ് വി കെ സനോജൊക്കെ ജയിച്ചു കയറിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ യു ഡി എഫിന് ഉണ്ടായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് 102 സീറ്റുകളുടെ ആണെങ്കിലും ഞാൻ പറയുമ്പോൾ അതൊരു 120 സീറ്റുകൾ നേടിയ വിജയത്തിൻ്റെ ഗുണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ വളരെ ചെറിയ തിന്നായിട്ടുള്ള മാർജിനുകളാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ. ഇപ്പോൾ വി കെ സനോജ് ആണെങ്കിലും ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മണലൂരിൽ നിന്ന് ടി എൻ പ്രതാപനെ തോപ്പിച്ചിട്ടുള്ളൂ. രവീന്ദ്ര മാസ്റ്ററൊക്കെ ആണെങ്കിലും ജയിച്ചിട്ടുള്ളത് കേവലം 126 വോട്ടിനാണ്. അപ്പം അത്തരത്തിൽ വളരെ ചെറിയ മാർജിനുകളിൽ ഏതാണ്ട് 10-35ഓളം പേർ രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ സംഭവിച്ചത് കൂടാതെ ഇതിൻ്റെ ആഘാതം കുറച്ചുകൂടി കൂട്ടിയത് ഇപ്പോൾ 3 സീറ്റുകളിലെങ്കിൽ 3 സീറ്റിൽ ഒന്ന് ജയിച്ചേക്കണത് നമുക്കറിയാം നേമത്താണ്, അതുപോലെ തന്നെ ഒരെണ്ണം ജയിച്ചേക്കണത് ഗോപകുമാറാണ് കൊല്ലത്ത് നിന്നുള്ള മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ അത് അത്തരത്തിൽ കൊല്ലം ജില്ലയിലെ മണ്ഡലത്തിൽ നിന്ന് ഗോപകുമാറാണ് ജയിച്ചേക്കുന്നത്, ഞാൻ ചാത്തന്നൂരിൽ നിന്ന്. അപ്പോൾ അത്തരത്തിൽ ചാത്തന്നൂരിലും ഈ പറയുന്ന പോലെ ഈ നമ്മുടെ വട്ടിയൂർ കഴക്കൂട്ടത്തും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ചാത്തന്നൂരിൽ നിന്ന് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 3 സ്ഥലത്തും തന്നെ പരാജയപ്പെട്ടത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് സി പി എമ്മിനെ കാത്തിരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കഴിഞ്ഞ തവണ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. കേരളത്തിലെ സോഷ്യൽ മീഡിയയെയും യൂട്യൂബിനെയും അതിലൂടെ വളർന്നു വരുന്ന ആളുകളെയും ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ സി പി എം കാണിച്ച വലിയ പരാജയമാണ്. യഥാർത്ഥത്തിൽ 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്, ഡെക്കാൻ ഹെറാൾഡാണോ ക്രോണിക്കിളാണോ എന്ന് എനിക്കറിയില്ല, ഒരു ആർട്ടിക്കിൾ വായിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് 140 മണ്ഡലങ്ങളിലെ 95 വിധി തീരുമാനം നിർണ്ണയിച്ചത് സോഷ്യൽ മീഡിയ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് 2021 വരുമ്പോൾ അങ്ങനെ കണക്കുകളൊന്നും ലഭ്യമല്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അന്ന് 95 ആണെങ്കിൽ 2021 തന്നെ ഏതാണ്ട് 140 അതായിരിക്കും എന്ന് നമുക്കറിയാം. അതിനുശേഷം വന്നിട്ടുള്ള ആ 10 കൊല്ലങ്ങൾ, കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രോ സംഘപരിവാർ നരേറ്റീവ് ബിൽഡ് ചെയ്യാനും ഏതാണ്ട് ജനങ്ങളുടെ ഒരു വിഭാഗീയമായി കുറേ കൂടി ആളുകളെ സംഘടിപ്പിക്കാനും മാറ്റാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ ആളുകളും അല്ല, എല്ലാ സമുദായത്തിലുള്ള കുറേ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ അവർ സംഘടിക്കുന്നു, അപ്പം ഞങ്ങൾ സംഘടിക്കേണ്ടേ എന്ന് പറയുന്ന ചിന്താഗതികളുണ്ട്. ആ ചിന്താഗതികൾ കുറച്ചുകൂടി രൂക്ഷമാവുകയും ഈ വോട്ടുകളൊക്കെ തന്നെ കൃത്യമാവുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷം ഇത് ശരിയായ ഇടതുപക്ഷമല്ല, ഇതൊരു തീവ്ര വലതുപക്ഷമാണ് എന്ന് പറയുന്ന പ്രചരണത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ യു ഡി എഫിന് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിൽ ഒരു ഡീലുണ്ട് എന്നുള്ളത് പ്രചരിപ്പിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇതിനെ ചെറുക്കാൻ ഏറ്റവും ഒടുവിലത്തെ 6 മാസങ്ങളിൽ കൊടുക്കുന്ന വലിയ തോതിലുള്ള പരസ്യങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനത് സി പി എമ്മിൻ്റെ ചില വലിയ നേതാക്കളോട് വളരെ മുഖാമുഖം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ പോരാ, പകരം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കുള്ള ഫോളോ സപ്പോർട്ടേഴ്സും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്ന ഐക്കണുകളെയും ഒക്കെ തന്നെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് വലിയ ദുരന്തമാകും എന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇനിയും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പം ഈ ഒരു പോളറൈസേഷൻ സംഭവിച്ചിരിക്കുന്നു, ബി ജെ പി അവരുടെ വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു. അത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെയാണ് ക്ഷീണിപ്പിച്ചെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വളരെ കൃത്യമായി ഇപ്പോൾ സി പി എമ്മിനെയും അടപടലം തകർത്തിരിക്കുന്നു. ആ തകർത്തുകൊണ്ട് ബി ജെ പിയുടെ റോൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ബി ജെ പി 3 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇനി അത് 10 ആക്കാനും 25 ആക്കാനും ഭരണം പിടിക്കാനും ഒന്നും അധിക സമയം വേണ്ട, ഒരു 5-10 കൊല്ലത്തെ ഗ്യാപ്പ് മതിയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെ തടയിടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലെ പ്രാധാന്യവും അവിടെ കൃത്യമായി ആളുകളെ ഡെവലപ്പ് ചെയ്യലും കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇടതുപക്ഷത്തിനെയും സി പി എമ്മിനെയും കാത്തിരിക്കുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും പോലൊരു അവസ്ഥയാണ് എന്നുള്ളത് കൂടി കൃത്യമായി പറഞ്ഞു വെക്കട്ടെ. ഇതാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിലയിരുത്തൽ. ഇപ്പം തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 35 സീറ്റുകൾ ജയിച്ചു എന്നുള്ളതല്ല, വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ഗ്യാപ്പായിരിക്കും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാവുക. ഒരു സൈസബിൾ വോട്ടുകൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് നിലനിർത്താൻ കൂടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടതുപക്ഷം പിന്നെയും
തളരുകയായിരിക്കും ചെയ്യുക, ഒരുപക്ഷെ ഇല്ലാതാവുകയായിരിക്കും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ നേതൃത്വം മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലത് ചെയ്താൽ മാത്രം പോരാ, ചെയ്തു എന്ന് ധരിപ്പിക്കാൻ കൂടി കഴിയണം എന്നുള്ളത് മനസ്സിലാക്കണം. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളൊക്കെ തന്നെ തകർന്നു വീണത് നല്ലത് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല, നല്ലത് ചെയ്തിട്ടും തകർന്നു പോയത് അതിനെതിരായി ആ നല്ലത് അനുഭവിക്കുന്ന ജനങ്ങളെ കൊണ്ട് തന്നെ എതിരായി ചിന്തിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്.